ഹലോ, ഞാനും ആദിക്കുട്ടിനും കൂടി ഒരു 3 മണി കഴിഞ്ഞ് 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ടൗണിലോട്ട് പോവാണ്. ആദിക്ക് നാളെ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. എവിടെ ആദി? ഇവിടെ വാ. അപ്പൊ ഇന്ന് മഴ ഉണ്ടായില്ല. അപ്പൊ ഒന്ന് കുറച്ച് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ അലക്കിയിട്ടു. അത് കഴിഞ്ഞ് കുറച്ചു പേരൊക്കെ ഇരുന്നു. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇങ്ങ് വാ, സൈഡിൽ കൂടി വാ. എന്നാ ടൗണിൽ പോവാന്ന് വിചാരിച്ചു. ഞാൻ മടിച്ചിരുന്നതാണ്, പോവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ടൗണിൽ പോവാമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരുന്നു. പിന്നെ ഞങ്ങള് നല്ല കാറ്റാ, പയ്യെ ഇറങ്ങിയിരിക്കുകയാണ്. മഴയൊന്നുമില്ല, കുറെ കഴിയുമ്പോ മഴ പെയ്യുമായിരിക്കണം. അപ്പം ടൗണിൽ പോണം. നാളെ മറ്റേ നമ്മുടെ റോക്കറ്റ് ഇല്ലേ, ചന്ദ്രയാൻ ദിനം, അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്കൂളിൽ 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് റോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ ടീച്ചറിന്റെ മെസ്സേജ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കണം. ഇവർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും, കഴിഞ്ഞ ദിവസം ഈ പക്ഷികളുടെയൊക്കെ പടങ്ങൾ വരച്ചിട്ട് ചെല്ലാനാണ്, പിന്നെ മുട്ടത്തൊണ്ടിൽ കളർ അടിച്ചിട്ട് ചെല്ലാന്, അങ്ങനെ കുറെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഇന്ന് പെട്ടെന്ന് അവര് കുറെ ഇട്ടിട്ടുണ്ട്. അപ്പം റോക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരണം. പിന്നെ കുട്ടിക്കവിത, ഈ അമ്പിളിമാമന്റെ കവിതകള്, അല്ലെങ്കിൽ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് പേപ്പർ കട്ടിങ്ങും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ A4 ഷീറ്റ് പേപ്പറിലോ ചാർട്ടിലോ ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ ഒരു ഓട്ടോ കിട്ടി. അപ്പൊ അതിൽ കയറി ഞങ്ങള് ടൗണിൽ വന്നിറങ്ങി. ഇനി കടയിൽ പോയിട്ട് റോക്കറ്റിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം. ടൗൺ ആയതുകൊണ്ട് വണ്ടി വരുന്നുണ്ടോ നോക്കുവാണ്. വർത്താൻ നേരത്ത് വായിലെന്തോ കയറി. അപ്പൊ ഇങ്ങനെ നടന്നു പോവാണ് ടൗണിൽ കൂടി. മഴയില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. റോക്കറ്റിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കണം. രേഷ്മ ഇവിടെ ഒരു ക്ലോത്ത് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ച് രേഷ്മ എടുത്ത് പോകണമെന്നുണ്ട്. കസ്റ്റമർ കുറവാണെങ്കിൽ സമയം കുറച്ചു നേരം ഇരിക്കണം. ഞങ്ങൾ അങ്ങനെ രേഷ്മയുടെ കടയിലോട്ട് പോവാണ്. പയ്യൻ ആദ്യം ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയി കുറച്ചേരം ഇരുന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലോട്ട് പോവാന്ന് വിചാരിച്ചു. വീട്ടില് ജൂലിയും ലിയോയും എല്ലാരും ഒറ്റയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. വൈറ്റ് കളറിലെ ചാർട്ട് ഒരെണ്ണം. അങ്ങനെ നീണ്ട കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുറെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറെ സാധനങ്ങൾ എത്രയാന്ന് നോക്കാം അവിടെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിക്കുന്നതും ഒന്നും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര കൂട്ടടിയായിരുന്നു. റോക്കറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾക്കൊക്കെ ആയിട്ട് പേരൻസ് ഇങ്ങനെ തപ്പി നടക്കും. അപ്പോൾ ഉള്ള സാധനം ഞാൻ പെട്ടെന്ന് പെറുക്കി എടുക്കുന്നത് തീർന്നു പോയി, പകുതിയും തീർന്നു പോയി. ഫ്ലാഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളത് വരച്ച് ചേർക്കണം, റോക്കറ്റിൽ ഒട്ടിക്കണം. അപ്പം അങ്ങനെ വീടെത്തി. ഇനി ഞാനൊന്ന് കുറച്ച് ഫ്രഷ് ആയിട്ട് റോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണട്ടാ. അപ്പൊ നമ്മളങ്ങനെ ടൗണിലൊക്കെ പോയിട്ട് വന്നു. റോക്കറ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചു. ഇത് മറ്റേ കോർക്കിന്റെ ഡപ്പയാണ്. അപ്പൊ ആ കടയിൽ ഇരിക്കുന്ന കണ്ടു. അപ്പൊ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാർട്ട്, സ്കെച്ച്, പിന്നെ കളർ പേപ്പറൊക്കെ കുറച്ച് വാങ്ങി. യൂട്യൂബ് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇത് ഇനി വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് കാണാട്ടാ.
ഏകദേശം 2 സാധനം ഇങ്ങനെ ഞാൻ ഏകദേശം ഒപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നു. റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് തട്ടിക്കൂട്ടലാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, കുറച്ച് പാടാണ്. നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇതൊരു യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് പാടാണ്. നന്നായിട്ട് സമയം പോകും. ഞാൻ കുറേ നേരം വീഡിയോ എടുത്തു, പിന്നെ വെട്ടലും കുത്തലും അങ്ങനെ പിന്നെ വീഡിയോ ഓഫ് ചെയ്തു. ഫുൾ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ആദ്യയുടെ റോക്കറ്റ്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതിൽ ഈ പേപ്പറിൽ എഴുതിയിട്ട് ഒട്ടിക്കണമായിരുന്നു. അത് കറക്റ്റ് അളവൊക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ അങ്ങ് ഒരു മെഷർമെൻറ്റും ഇല്ലാണ്ട് പേപ്പറൊക്കെ മുറിച്ച്, അതുകൊണ്ട് എനിക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ എഴുതാൻ പറ്റിയത്. അതുകൊണ്ട് ആ എഴുതിയപ്പം പശയൊക്കെ ഇതായിട്ട് ഒരു സുഖം ഉണ്ടായില്ല. ഹാൻഡ് റൈറ്റിങ് വളരെ മോശമായി പോയി. പിന്നെ 1ാം ക്ലാസ്സിലേക്കാണല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ ആദ്യയുടെ റോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് റോക്കറ്റ്. കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നാളെ എങ്ങനെ കൊടുത്തു വിടും എന്നുള്ളതാണ് ഡൗട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കണം. വലിയ ഭംഗിയൊന്നുമില്ല. ഇത് സ്റ്റിക്കർ 2 ഞാൻ നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടല്ലോ, അതിൽ അങ്ങനത്തെ കുറച്ച് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഈ ഫ്ലാഗിൻ്റെതും അത് കണക്ക് തന്നെ നാഷണൽ ആന്തത്തിൻ്റെ ഒക്കെ അത് വാങ്ങി ഒട്ടിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. സ്പേസ് ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഫ്രണ്ടിൽ ഇട്ടിങ്ങനെ ചെയ്താൽ ഇതൊന്നും ഒത്തിട്ടില്ല. അതുണ്ടല്ലോ ഇവിടെ ഒന്നും ശരിയായിട്ടില്ല. ഇതെനിക്ക് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുന്നുണ്ട്. ഒക്കെ അവിടെ വരെ എത്തുമെന്ന് പോലും എനിക്കറിയില്ല. സ്കൂളിൽ വരെ നാളെ സ്കൂൾ ബസ്സിലൊക്കെയാണ് പോകുന്നത്. ഇവിടവും ഈ കളർ തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ വൈറ്റ് കൊടുത്തു പോയി. പിന്നെ ഇത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. വൃത്തികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ISRO എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി വേറെ എഴുതാതിൽ ഭയങ്കര പാടാണ്. ഒട്ടിച്ചിട്ട് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നൊക്കെ കണ്ടില്ലേ, വൃത്തികളായിപ്പോയി. അത് ഒരു സുഖം ഉണ്ടായില്ല. പിന്നെ കുഴപ്പമില്ല. ഇതെന്താ കയ്യിലിരിക്കുന്ന ആദി? അങ്ങനെ ആദിയുടെ റോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇന്ത്യ, ISRO, ISRO. ഇത് ഈ റോക്കറ്റ് ആരാ വിട്ടത്? ഇന്ത്യ. ഇതെന്താണ്? നമ്മുടെ ഫ്ലാഗ്. ഇന്ത്യ നമ്മുടെ രാജ്യം. ഇതെന്താ? ഫ്ലാഗ്. വെള്ള, ഓറഞ്ച്, പിന്നെ പച്ച. അത് തന്നെ. പിന്നെ നമ്മുടെ രാജ്യം. ഇന്ത്യ എന്താണ്? നമ്മുടെ രാജ്യം. കയ്യിൽ എന്താ ഇരിക്കുന്നത്? റോക്കറ്റ്. ഇന്ത്യ വിട്ട് ഇതേതാ? ചന്ദ്രയാൻ 2 ആണോ 1 ആണോ? 1 ആണോ 2 ആണോ? ഏതെങ്കിലും ഒരു റോക്കറ്റ് അല്ലേ? ഇന്ത്യ വിട്ട റോക്കറ്റ് അല്ലേ? എവിടെയാ ഇന്ത്യ റോക്കറ്റ് വിടുന്നേ? എവിടെയാ? ചന്ദ്രനില്. ഇന്ത്യ എന്തിനാ ചന്ദ്രന് റോക്കറ്റ് വിടുന്നേ? എന്തിനാ ഇന്ത്യ ചന്ദ്രന് എന്തിനാ റോക്കറ്റ് വിടുന്നത്? പറക്കരുത്, അതൊന്നുമേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണേ. ഇന്ത്യ എന്തിനാ ചന്ദ്രന് റോക്കറ്റ് വിടുന്നേ? ചന്ദ്രനിൽ എന്ത്? അവിടെ ഇത് ഈ റോക്കറ്റ് അങ്ങ് പറന്നു പോയിട്ട് അവിടെ പോയിട്ട് എന്ത് നോക്കും? ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ നോക്കും.
അവിടെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ നോക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ എന്താ ഉണ്ടോ നോക്കുന്നേ? പറയ്. ടീച്ചർ നാളെ ചോദിക്കും ഈ റോക്കറ്റ് എന്തിനാന്ന് ചോദിക്കും. അതൊക്കെ പിടിച്ച് ചളുക്കി ഇപ്പോഴേ നോക്കി. ആ കുഞ്ഞുതിന്ന് വിട് മതി. എന്തിനാ ഇന്ത്യ ചന്ദ്രന് റോക്കറ്റ് വിടുന്നത്? ടീച്ചർ ചോദിക്കുന്ന ഈ റോക്കറ്റ് എവിടെയാണ് വിടുന്നതെന്ന്. അപ്പോൾ എന്താ പറയണ്ടേ? പറക്കുന്നല്ല. ഇത് ഇന്ത്യ എങ്ങോട്ട് റോക്കറ്റ് വിടുന്നേ? ബഹിരാകാശത്തേക്ക്. എവിടെയാ ബഹിരാകാശം? ചന്ദ്രനില്. എങ്ങോട്ടാ റോക്കറ്റ് വിടുന്നേ? ചന്ദ്രനില്. ബിളിമാമന്റെ അടുത്തേക്ക് റോക്കറ്റ് വിടും. വിട്ടിട്ട് എന്താ ചെയ്യുന്നേ? അവിടെ പോയി നിരീക്ഷിക്കും ഈ റോക്കറ്റിന്റെ അകത്ത് നിറച്ച് എന്തുണ്ട്. കൊറേ ക്യാമറകളൊക്കെ ഉണ്ട്, മെഷീൻസ് ഒക്കെ ഉണ്ട്. എന്താ അത്? ഇന്ത്യ. ISRO. റോക്കറ്റ് നിക്ഷേപിക്കുന്ന ആരാ? ISRO അല്ലേ? ഇങ്ങനെ തന്നേര്, ഞാൻ സൂക്ഷിച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ റോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അത് സാരില്ല, നീ നശിപ്പിക്കല്ലേ. ഞാനൊരു തട്ടിക്കൂട്ടായിട്ട് വെച്ചിരിക്കുന്നതാ.